ഇന്നില്ലേ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ചിക്കൻ വറുത്തരച്ച കറിയുടെ റെസിപ്പി കണ്ടാലോ? ചട്ടിയിലാണ് കേട്ടോ ഒന്ന് കറി വെക്കുന്നത്. 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലെങ്കിൽ 6 അല്ലി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. ബാക്കിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഓരോരുത്തരുടെയും എരിവ് അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. വറുത്തരച്ച കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒന്ന് ചിക്കൻ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ അവിടെ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ വറുത്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ എപ്പോഴും വറുത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരിഞ്ചീരകം ഇതൊന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പട്ടേൻ്റെ ഗ്രാമ്പൂൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കറി ഒരു കുത്തുന്ന പോലത്തെ ഒരു ടേസ്റ്റായി മാറും കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 6 അല്ലിയോളം ചെറിയുള്ളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും ചേർത്ത് തേങ്ങ സിമ്മിലിട്ടിട്ട് ഇതുപോലെ ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരഭാഗത്തോളം വെന്ത് വന്ന ചിക്കനിലേക്ക് ഉരുളക്കിഴങ്ങും മല്ലിയിലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ചേർക്കുന്ന ആൾക്കാരും ചേർക്കാത്ത ആൾക്കാരുണ്ട്. ഇവിടേക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്. ഇനി ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ചിക്കൻ നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന വറുത്ത തേങ്ങല്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് കറീൻ്റെ കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പും പാകമാണെന്ന് നോക്കണം. കറി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ചേർക്കണം. അതിനായിട്ട് നേരത്തെ തേങ്ങ വറുത്തെടുത്ത പാത്രമില്ലേ അതിലേക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും പിന്നെ പത്തിരി, വെള്ളപ്പം, നൂൽപുട്ടതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.